നമ്മുടെ ഈ CAT6 കേബിൾ ഉപയോഗിച്ച് നമുക്ക് ഡിസ്റ്റൻസ്, അതായത് ആ കേബിൾ വലിക്കാവുന്ന ഒരു ഡിസ്റ്റൻസിനൊരു 90 to 100 മീറ്റർ വരെയൊക്കെയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഡിസ്റ്റൻസിലോട്ട് വലിക്കാനായിട്ട് നമ്മൾ ഫൈബർ കേബിൾ വേണം ഉപയോഗിക്കാൻ. അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഈ കാണുന്ന മീഡിയ കൺവെർട്ടർ. മീഡിയ കൺവെർട്ടർ നിങ്ങൾക്കറിയാം, പലതരത്തിലുള്ള മീഡിയ കൺവെർട്ടർ ഉണ്ട്. അതിനകത്തൊരു SFP മൊഡ്യൂൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫൈബർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മീഡിയ കൺവെർട്ടർ വെച്ചിട്ട് അത് ഒറ്റ നെറ്റ്വർക്കിലാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഡിസ്റ്റൻസിൽ വരുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു മോഡം, ഈ മോഡത്തിൽ നിന്നാണ് നമ്മൾ കണക്ടിവിറ്റി എടുത്തേക്കുന്നത്. നമുക്കിവിടെയാണ് NVR പ്ലേസ് ചെയ്തതെന്ന് വിചാരിക്കാം. ക്യാമറയാണെങ്കിൽ NVR പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുന്ന് കണക്ഷൻ നേരെ സ്വിച്ചിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വിച്ചിൽ നിന്ന് നമ്മൾ NVR കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലത്താണ്. ഇപ്പോൾ നോർമലി നമ്മൾ മോഡത്തിൽ നിന്ന് സ്വിച്ച് ചെയ്യുന്ന നേരെ ഒരു ലാൻ കേബിളും നമ്മുടെ ഈ ഒരു മീഡിയ കൺവെർട്ടറിൻ്റെ ഈ ഒരു ലാൻ പോർട്ടിൽ വരും. ഇവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫൈബർ കേബിളാണ്. അതായത് മീഡിയ കൺവെർട്ടർ എപ്പോഴും നമുക്കൊരു പെയറായിട്ടാണ് മേടിക്കാൻ. അപ്പോൾ നമ്മൾ അടുത്തത് ഉപയോഗിക്കുന്നത് ആ ഒരു ഫൈബർ കേബിൾ വഴി അടുത്ത മീഡിയ കൺവെർട്ടറിൻ്റെ ആ ഒരു ഫൈബർ പിക്ടയിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ആ ഒരു SFP പോർട്ടിലോട്ട് നമ്മളത് കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് ആണ് ഒരു ലാൻ കേബിൾ നേരെ നമ്മുടെ കമ്പ്യൂട്ടറിലോ ക്യാമറയിലോ നമ്മൾ ഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ്, ഇതിപ്പോൾ നമ്മൾ 100 മീറ്ററിന് മേളിൽ നമുക്ക് ലാൻ കേബിൾ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഇത് അവിടെ ഫൈബർ കേബിൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു 2 ഡിസ്റ്റൻസിലോട്ട് ഈ ഒരു 2 മീഡിയ കൺവെർട്ടർ വെച്ചിട്ട് ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാം. ഇത് കിലോമീറ്ററുകളോളം നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു ഡിസ്റ്റൻസിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മളിവിടെ 2 ഓഫീസുകളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 2 സ്ഥലത്തുള്ള 2 ഓഫീസുകളാണെങ്കിൽ ആ ഓഫീസുകൾ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഫൈബർ കേബിൾ വഴി നമുക്ക് സാധിക്കും. അത് സർവീസ് പ്രൊവൈഡർമാർ നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫെസിലിറ്റി. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു കോമ്പൗണ്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ആ ഒരു കേബിൾ വലിച്ച് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫൈബർ കേബിളിൽ സ്പ്ലൈസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു പിക്ടയിൽ വരും ഇവിടെ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പാച്ച് കോഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്, ഈ ഒരു SFP മൊഡ്യൂളിൽ കണക്ട് ചെയ്യുന്നത്, ഫൈബർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്പ്ലൈസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് ഫൈബർ കേബിളിൽ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ ഇവിടെ നമ്മൾ ക്യാമറയുടെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഒരു NVR ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ് വെക്കണമെങ്കിൽ നമുക്കിതുപോലത്തെ മീഡിയ കൺവെർട്ടർ പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്വിച്ചുകളും കിട്ടും. അതായത് SFP മൊഡ്യൂൾ കണക്ട് ചെയ്യാൻ പറ്റിയ സ്വിച്ചസും നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ ആയാലും നമുക്കത് വെച്ചിട്ടായാലും നമുക്ക് ആ ഒരു ഡിസ്റ്റൻസിൽ, അതായത് നമുക്ക് ഇവിടെ നിന്ന് നേരെ ആ ഒരു ഡിസ്റ്റൻസിലുള്ളടത്ത് നമുക്ക് ഒരു SFP മൊഡ്യൂളുള്ള ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ആ സ്വിച്ചിൽ നമുക്ക് ഒരു 5 വോട്ടിൻ്റെ സ്വിച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ക്യാമറകളൊക്കെ നമുക്ക് അത്രയും ഡിസ്റ്റൻസിൽ നമ്മൾ സെറ്റ് ചെയ്താലും നമുക്ക് ഡയറക്റ്റ് ആ ഒരു നെറ്റ്വർക്കിൽ നമ്മുടെ ഇവിടെ മോഡത്തിൽ കൊടുത്തേക്കുന്ന NVRലുള്ള ആ ഒരു നെറ്റ്വർക്കിൽ തന്നെ നമുക്ക് മൊത്തത്തിൽ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. അങ്ങനെ ഡിസ്റ്റൻസിൽ നമുക്ക് ഈ കേബിളുകൾ വലിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു മീഡിയ കൺവെർട്ടറും അതുപോലെ തന്നെ ഫൈബർ കേബിൾ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡിസ്റ്റൻസ് വരുമ്പോഴാണ് ഈ ഒരു CAT6 നമ്മൾ ഒരിക്കലും ഒരു 90 മീറ്റേഴ്സ് അല്ലെങ്കിൽ 100 മീറ്റേഴ്സിൽ കൂടുതൽ ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യരുത്. അപ്പോൾ സിഗ്നൽ ലോസ്റ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫൈബർ കേബിൾ തന്നെ ഉപയോഗിച്ച് പോവുക. പിന്നെ അതിനകത്ത് നമുക്ക് പലതരത്തിലുള്ള മീഡിയ കൺവെർട്ടറുകൾ കിട്ടും. അതുപോലെ തന്നെ ഫൈബർ കേബിൾ ആണെങ്കിലും സിംഗിൾ മോഡുണ്ട്, മൾട്ടി മോഡുണ്ട്. അങ്ങനെ ഫൈബറിൻ്റെ കേബിളിൻ്റെ കാര്യത്തിലെല്ലാം ഡിഫറൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് തന്നെ ഗിഗാബൈറ്റ് SFP മൊഡ്യൂളുണ്ട്, നോർമലുണ്ട്. അങ്ങനെ ഡിസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ ഈ മീഡിയ കൺവെർട്ടറുകളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ നമ്മൾ ഒന്നുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള എക്സാക്റ്റ് നമുക്ക് വേണ്ട മൾട്ടി മോഡായാലും സിംഗിൾ മോഡായാലും നമുക്ക് ഷോർട്ട് ഡിസ്റ്റൻസ് കൂടുതൽ മൾട്ടി മോഡുള്ള ഫൈബേഴ്സാണ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലുള്ള ഫൈബർ നമുക്ക് വേണ്ട തരത്തിലുള്ള മീഡിയ കൺവെർട്ടറുകളും ചൂസ് ചെയ്തിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. വെറുതെ പോയി നമ്മളൊരു മീഡിയ കൺവെർട്ടർ എടുത്ത് നമുക്കത് സൂട്ടായില്ലെങ്കിൽ അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ നമുക്കത് ഏതാണ് വേണ്ടതെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളത് മേടിച്ച് കണക്ട് ചെയ്യാനായിരിക്കും നല്ലത്. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്റ്റൻസിന് മാത്രമല്ല, 2 ഓഫീസുകൾ തമ്മിൽ അല്ലെങ്കിൽ അതിന് പുറമെ ISPകളിലൊക്കെ അവരുടെ OLT എൻഡിലും സർവർ റൂമിലൊക്കെ ഇതുപോലത്തുള്ള ഒരുപാട് കണക്ഷൻസ് ഈ ഒരു മീഡിയ കൺവെർട്ടർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വളരെ ഉപകാരപ്പെട്ട ഒന്നാണ് ഈ ഒരു മീഡിയ കൺവെർട്ടർ തരത്തിൽ നോക്കുമ്പോൾ. ആ ഒരു ഡിസ്റ്റൻസാണ് മെയിനായിട്ട് ഇത് കവർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. സോ നിങ്ങൾക്കിത് എന്താണ് ഇതിൻ്റെ ഒരു യൂസേജ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ബൈ.